അപ്പൊ താത്തമ്മച്ചി പുതിയൊരു തരം മൂഞ്ചിക്കലുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഈ പ്രാവശ്യം ഹിന്ദുക്കൾ രക്ഷപ്പെട്ടു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാനും ലസിതയും ഷെഫീനയും ഒക്കെ നിരന്തരമായിട്ട് ഇതിൻ്റെ പുറകെ ഇങ്ങനെ കിടന്ന് പറയുന്നത് കൊണ്ട് കുറേ ഹിന്ദുക്കൾക്കൊക്കെ ബോധവൽക്കരണം ഉണ്ടായിട്ടുണ്ട്. ചിലരൊക്കെ സത്യാവസ്ഥ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നാൽ സത്യാവസ്ഥ മനസ്സിലാക്കിയിട്ടും ചിലരൊക്കെ അതിൻ്റെ പുറകെ പോകുന്നുണ്ട്. അത്തരക്കാരെ നമുക്ക് പറഞ്ഞു തിരുത്തുക എന്ന് പറയുന്നത് അസാധ്യമാണ്. എങ്കിൽ തന്നെയും ഒട്ടുമുക്കാലും ഹൈന്ദവ സഹോദരങ്ങൾ ഈ ഒരു വിഷയം അറിഞ്ഞു മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ പുറകിൽ നടക്കുന്ന തട്ടിപ്പ് എന്താണെന്ന് അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിലുപരി ഇവരുടെ വീഡിയോകളിൽ നിന്ന് തന്നെ ഇവർ ഹിന്ദുക്കളെ മോചിക്കുന്നതാണ് എന്ന് പകൽ പോലെ വ്യക്തമായിട്ടുള്ള കാര്യവുമാണ്. എന്തായാലും പകുതി മുക്കാലും ഹിന്ദുക്കളും ഇതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി അധിക കാലം ഈ ഒരു കണ്ണന്റെ ഫോട്ടോ വെച്ചിട്ട് ഓടിക്കാൻ പറ്റൂല എന്ന കാര്യം ഇവർക്ക് വ്യക്തമായിട്ട് അറിയാം. ഹിന്ദുക്കളെ എങ്ങനെയാണ് ഇത്ര നാളും പറ്റിച്ച് മൂഞ്ചിച്ചത് അതേ സെയിം സാധനം തന്നെ മുസ്ലിംസുകളുടെ അടുത്തേക്ക് ഇപ്പൊ എടുത്തിട്ടുണ്ട്. അപ്പൊ അതെന്താണ് വീഡിയോ എന്ന് നമുക്കൊന്ന് കേട്ടിട്ട് ബാക്കി പറയാം. കണ്ണന്റെ ഫോട്ടോന്റെ ഓർഡർ സ്വീകരിക്കുന്നതാണെന്നും ആ ഓർഡർ കിട്ടി അതിലൂടെ എനിക്ക് എൻ്റെ ഉമ്മാനെയും വാപ്പാനെയും ഹജ്ജിന് പറഞ്ഞേക്കാൻ താല്പര്യമുണ്ട് എന്നൊക്കെ. ഉമ്മാനെയും വാപ്പാനെയും ഹജ്ജിന് പറഞ്ഞയക്കാൻ ഹിന്ദുക്കളുടെ ഓർഡർ അതാണ് വേണ്ടത്. കണ്ണനെ വരച്ച് കിട്ടുന്ന ഈ പൈസ കൊണ്ട് ഹജ്ജിന് പോയാൽ അത് ഫലവത്താകുമോ? ഇവൾക്ക് മതമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മതമില്ലാത്ത ഇവളെന്തിനാണ് ഹജ്ജിന്റെ കാര്യം പറയുന്നത്? പിന്നെ ഇവള് തന്നെ വന്ന് പറഞ്ഞിട്ടുണ്ട്, തലയിൽ ഇനി തട്ട ഇടൂല, എനിക്ക് മതമില്ല എന്നുള്ളൊരു കാര്യം. മതമില്ലാത്ത ഒരാൾ എന്തിനും മതത്തിനെ പറ്റി സംസാരിക്കണം? ഉമ്മായെയും വാപ്പായെയും ഹജ്ജിന് വിടണം എന്ന് ആഗ്രഹിക്കുന്നത് എന്തിനാണ്? ആഗ്രഹിക്കാൻ പാടുണ്ടോ? കണ്ണനെ വരച്ച് വിറ്റ് കിട്ടുന്ന പൈസ കൊണ്ട് ഹജ്ജിന് പോകുന്നത് അതിലും വലിയ തെറ്റല്ലേ? അതിലും നല്ലത് 10 മുസ്ലിം വീടുകൾ തെണ്ടി കയറി കിട്ടുന്ന കാശ് കൊണ്ട് ഹജ്ജിന് അവരെ പറഞ്ഞു വിടുന്നതാണ് ഏറ്റവും ഉത്തമം. അത് പഠിച്ച തമ്പുരാൻ പുറത്തു വരും. പക്ഷെ അന്യമതക്കാരുടെ ദൈവങ്ങളെ വരച്ച് കിട്ടുന്ന ആ കാശ് ഉപയോഗിച്ചിട്ട് ഹജ്ജിന് പോയാൽ അത് ആ ഹജ്ജിന് പോണവർക്ക് കൂടി ദോഷമല്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതായത് നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ അത് ഹലാലല്ലാത്ത, അതായത് ഹറാമായിട്ടുള്ള പണമാണ്. കണ്ണനെ വരയ്ക്കുന്നത് തന്നെ ഇസ്ലാം കമ്മ്യൂണിറ്റിയിൽ ഹറാമാണ്. മതമില്ലാത്ത ആൾ അവരുടെ വാപ്പായും ഉമ്മായും ഹജ്ജിന് വിട്ട് കഴിഞ്ഞാൽ അത് ഏത് ദൈവം തമ്പുരാൻ പുറത്തു വരും? മാതാപിതാക്കളെ ഹജ്ജിന് വിടണം എന്ന് ആഗ്രഹിക്കുന്ന മതമില്ലാത്ത ആൾ അപ്പോൾ വിശ്വാസിയാണ് എന്നല്ലേ അതിൻ്റെ അർത്ഥം? അത് തന്നെ. കഷത്തിലിരിക്കുന്നത് പോവാനും പറ്റൂല, ഉത്തരത്തിലിരിക്കുന്നത് എടുക്കേ വേണം എന്നുള്ള ആ ഒരു മെന്റാലിറ്റിയാണ് ഇപ്പൊ ഈ സ്ത്രീ കിടന്നിട്ട് ഉരുളുന്നത്. ആരുടെയോ മുട്ടൻ ഉപദേശപ്രകാരമാണ് മതമില്ല എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തലയിൽ ഇനി തട്ടം ഇടൂല എന്നും കൂടി ആ സ്ത്രീ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് കാമിതയുടെ പണിയാണോ എന്നുവരെ എനിക്ക് സംശയമുണ്ട്. എന്ത് തന്നെയായാലും അതൊക്കെ അവരുടെ വ്യക്തിപരമായ കാര്യമാണ്. മതം ഉണ്ടാവുകയോ ഇല്ലാണ്ടിരിക്കുകയോ വിളിച്ചു പറയുകയോ എന്തോ ചെയ്തോട്ടെ. പക്ഷെ ഇതൊക്കെ വന്ന് പബ്ലിസിറ്റി ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ വന്നിട്ട് എൻ്റെ ഉമ്മാനെയും വാപ്പാനെയും എനിക്ക് ഹജ്ജിന് വിടണം എന്ന് പറയുന്നതിൽ അതിലെവിടെയാണ് മതമില്ലാത്ത അവസ്ഥ? ഹജ്ജ് എന്ന് പറയുന്നത് ഇസ്ലാം കമ്മ്യൂണിറ്റിയുടെ ഏറ്റവും വലിയൊരു തീർത്ഥാടനമാണ്. പറഞ്ഞ സമയത്ത് കുറച്ച് സഹോദരന്മാരെന്നെ കോണ്ടാക്ട് ചെയ്തു, മാഷാ അള്ളാ ചെയ്തു തരുമെന്ന് ചോദിച്ചിട്ട്. മാഷാ അള്ളാ ചെയ്തു തരുന്നതിന് എനിക്ക് വിരോധമൊന്നുമില്ല. എൻ്റെ അടുത്ത് ഡെമോ കാണിക്കാനും കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് വീട്ടിൽ തൂക്കിയതൊന്ന് പഴയത് പണ്ട് ഒരു 3-4 വർഷങ്ങൾക്ക് മുമ്പേ ഞാൻ ചെയ്തു വെച്ചതാട്ടോ ഇത്. അപ്പം ഒരു കാര്യം പ്രത്യേകിച്ച് പറയാണ്, നിങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് 250-300 രൂപ തൊട്ടിട്ട് മാഷാ അള്ളാ കിട്ടും. പക്ഷെങ്കിൽ ഞാൻ വർക്ക് ചെയ്ത് നല്ല അടിപൊളി മാഷാള്ള ഷോപ്പിൽ നിന്ന് ഒരു ഏറ്റവും കൂടിയ വില എന്ന് പറയുന്നത് ഫോട്ടോ പ്രിന്റ് ആയിരിക്കും. അത് 1000 രൂപയ്ക്കുള്ളിൽ നല്ലൊരു മാഷാള്ള മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് വാങ്ങാൻ കിട്ടും. അപ്പം ഇത്ര നാളും ഹിന്ദു സഹോദരങ്ങളെ അല്ലെങ്കിൽ ഹിന്ദു സമൂഹത്തെ മൂജിച്ചും പറ്റിച്ചും ഒക്കെയാണ് ഈ താത്ത അന്നം കഴിച്ചുകൊണ്ടിരുന്നത്. ഇനി അത് നടക്കൂല. കാരണം ഞങ്ങൾ കുറേ പേരിരുന്നിട്ട് നിരന്തരം ഇതിനെതിരെ വീഡിയോ ചെയ്യുന്ന കാരണം ഒരുപാട് ഹിന്ദു സഹോദരങ്ങൾക്ക് ഇതിൻ്റെ ആ ഉള്ളിലെ കളി, അതായത് ഇവരുടെ കപട നാടകം, കണ്ണനോടുള്ള ഭക്തിയല്ല ഇതിൻ്റെ പിന്നിൽ എന്നുള്ള ഒരു കാര്യം മനസ്സിലായി കഴിഞ്ഞു. അപ്പൊ ഇനി പറ്റിക്കപ്പെടാൻ നിന്നു കൊടുക്കൂല എന്ന് നമ്മുടെ നല്ലവരായിട്ടുള്ള ഹൈന്ദവ സമൂഹം തന്നെ തീരുമാനിച്ചു. കാരണം ഏകദേശം ഒരു 3000 രൂപ വരുന്ന ഫോട്ടോയ്ക്ക് 5000 രൂപ വരെയൊക്കെയാണ് ഈടാക്കുന്നത്. അതെന്ത് തന്നെയായാലും ഹിന്ദുക്കൾ ഒരുവിധം രക്ഷപ്പെട്ടു എന്ന് പറയാം. നിരന്തരമായിട്ടുള്ള ഞങ്ങളുടെ വീഡിയോ, ഞാനുണ്ട്, ലസിത പാലക്കലുണ്ട്, ശ്രീലാപ്പിള്ളയുണ്ട്, ഷെഫീന ഉണ്ട്. ഇതിൻ്റെയൊക്കെ പിറകെ ഇത്തരം പേർക്കിടെ നിരന്തര പരിശ്രമം. ഹരിത
നിരന്തരമായിട്ടുള്ള ആ ഒരു പരിശ്രമം കൊണ്ടാണ് നമുക്ക് കുറച്ചും കൂടി ഹിന്ദു കമ്മ്യൂണിറ്റിയിലേക്ക് ഇതൊരു തട്ടിപ്പാണ് എന്ന കാര്യം നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പൊ ഇനി ഈ താത്താക്ക് മനസ്സിലായി, നമ്പർ ഇട്ട് ഇനി പരസ്യം ചെയ്ത് കഴിഞ്ഞാൽ കാര്യമില്ല, കാരണം ഹിന്ദുക്കൾ ആരും ഇതിന്റെ പുറകെ വരൂല എന്നുള്ളൊരു കാര്യം. അങ്ങനെ ഇനി സ്വയം ചെന്ന് പറ്റിക്കപ്പെടാനും മൂഞ്ചിക്കപ്പെടാനും ഒരാളും നിന്നു കൊടുക്കൂല. പ്രത്യേകിച്ചും ഹൈന്ദവ സഹോദരരെ നിങ്ങൾ അതിനെ നോക്കണ്ട താത്ത എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇനി അവർ മൂഞ്ചിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് സ്വന്തം കമ്മ്യൂണിറ്റി തന്നെയാണ്. അവരിതിനു മുമ്പ് കുറേ കാര്യങ്ങൾ ഹിന്ദുക്കളെ പറ്റിയും പറഞ്ഞിട്ടുണ്ട്, മുസ്ലിംസുകളെ പറ്റിയും പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം കേരള ജനതയ്ക്ക് നന്നായിട്ട് അറിയാം. ഗുരുവായൂരമ്പലം ഹിന്ദുക്കളുടെ തന്തയുടെ വകയാണോ എന്ന് ചോദിച്ച താത്തയാണ് ഈ പറയുന്ന സെലിബ്രിറ്റി താത്ത. അതുപോരാഞ്ഞ് താത്ത വേറൊരു കാര്യം കൂടി പറഞ്ഞിറക്കി, ഹിന്ദുക്കളെ പറ്റിച്ചും മൂഞ്ചിച്ചും ജീവിക്കുന്നത് ഒരു കലയാണ് മക്കളെ. എല്ലാവരും കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? അത് ആ വീഡിയോ ഇപ്പോഴും നമ്മുടെ കയ്യിലുണ്ട്. അവരത് അവരുടെ പേജിൽ നിന്നൊക്കെ ഡിലീറ്റ് ആക്കി. 3000 രൂപ വരും. അത് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർഡർ തന്നോളൂ, വിരോധമൊന്നും. പിന്നെ ഫ്രെയിം ഇതൊന്നുമല്ല കേട്ടോ ഇത്. അപ്പം ഒരു കാര്യം പ്രത്യേകിച്ച് പറയാണ്, നിങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് 250-300 രൂപ തൊട്ടിട്ട് മാഷാ അല്ലാ കിട്ടും. പക്ഷേ ഞാൻ വർക്ക് ചെയ്ത് ആയി വരുമ്പോഴേക്കും 3000 രൂപ വരും. അത് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുമെന്നുള്ളൂ, വിരോധമൊന്നുമില്ല. പിന്നെ ഫ്രെയിം ഇതൊന്നുമല്ല കേട്ടോ. ഫ്രെയിം 1.25 ഇഞ്ചിന്റെ ഫ്രെയിമാണിത്. അക്രലിക് ഷീറ്റിന്റെ മുകളിലാണ് വരയ്ക്കുന്നത്. കുറച്ച് കോസ്റ്റ്ലി ആയിട്ട് വരും. നമ്മൾ ഹാൻഡ് മെയ്ഡ് ആയതുകൊണ്ട് കുറച്ച് കോസ്റ്റ്ലി ആണ്. അപ്പം നിങ്ങൾക്ക് ആ 3000. അപ്പം എനിക്ക് തോന്നുന്നത് ഫോട്ടോ പ്രിന്റ് ഒക്കെ എടുത്തിട്ട് കണ്ണൻ്റെ ചിത്രങ്ങൾ മാഷാള്ള അങ്ങനെയുള്ള ഒരു നമ്മുടെ വീടിൻ്റെ മുമ്പിൽ വെക്കാൻ പറ്റുന്ന ചിത്രങ്ങളൊക്കെ നമുക്ക് കുറഞ്ഞ റേറ്റിന് കിട്ടും. കാരണം ഫോട്ടോ പ്രിന്റ് ആണല്ലോ. ഇത് കൈകൊണ്ട് വരയ്ക്കുന്നതാവുമ്പോൾ എന്തായാലും കുറച്ചുകൂടി പൈസ കൂടും. പക്ഷെ ഇതുപോലത്തെ കൂടുതൽ മേടിക്കൂലായിരിക്കും. പിന്നെ ഫ്രെയിമിൻ്റെ അളവൊക്കെ പറയുന്നുണ്ട്. അപ്പം അതിനൊക്കെ എന്തൊക്കെ വരുമെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പം ഇതിനു മുമ്പ് ഹിന്ദുക്കളെ പറ്റിച്ചും മൂഞ്ചിച്ചും ജീവിക്കുന്നത് ഒരു കലയാണ് എന്ന് കണ്ടുപിടിച്ച ആളാണ് നമ്മുടെ മഹത്തായ ഈ വെടിപ്പുര താത്ത. അപ്പൊ താത്ത ഇപ്പൊ പറ്റിക്കാൻ ഇറങ്ങിയിരിക്കുന്നത് സ്വന്തം കമ്മ്യൂണിറ്റിയെ തന്നെയാണ്. അപ്പൊ എത്ര പേര് ഇതിൽ വീഴുമെന്നാണ് കണ്ടറിയേണ്ടത്. എന്താണെന്നറിയോ? നിങ്ങൾക്കറിയോ, ഇപ്പോഴാണ് കുറച്ച് പറച്ചിൽ കുറവുള്ളത്. ഇതിനു മുമ്പ് ഇവർ കേരളത്തിൽ നടത്തിയ ആ ഒരു ഓളം വെട്ടൽ എന്തൊക്കെയായിരുന്നു? ഉസ്താക്കന്മാരെ കുറ്റം പറഞ്ഞിട്ട്, സ്വന്തം കമ്മ്യൂണിറ്റിയെ കുറ്റം പറഞ്ഞിട്ട്, പഠിച്ചവനെ ബഹുമാനിക്കാത്ത ഇവള് വരയ്ക്കുന്ന മാഷാള്ള ഏത് മുസ്ലിങ്ങളായിരിക്കും ഇവളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് വീടിന്റെ മുമ്പിൽ വെക്കാൻ ധൈര്യപ്പെടുന്നത്? കണ്ണനെ വാങ്ങിച്ച ഹിന്ദുക്കൾക്കുടെ കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയാലോ അല്ലേ? പുറത്ത് വരാത്ത കഥകൾ ഒരുപാടുണ്ട്. കണ്ണനെ വാങ്ങിച്ച സെലിബ്രിറ്റികളുടെ കഥകളൊക്കെ നമുക്ക് ധാരാളം അറിയാം. ഉണ്ണി മുകുന്ദൻ തൊട്ട് ദിലീപ് തൊട്ട് സുരേഷ് ഗോപി തൊട്ട് എല്ലാവർക്കും കേസും കൂട്ടവും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. അത്രത്തോളം നമുക്ക് ആപത്ത് വരുന്ന തരം ഫോട്ടോയാണ് ഈ സ്ത്രീ വരച്ചിട്ട് വലിയൊരു തുകയ്ക്ക് കൊടുക്കുന്നത്. അപ്പൊ ആ അനുഭവം ഹിന്ദുക്കൾ അത് ഏറെ പഠിച്ചു. ഇനി പഠിക്കാനുള്ളത് മുസ്ലിങ്ങളാണ്. അപ്പൊ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ നേർക്ക് ഇപ്പൊ ഇങ്ങനെ ഒരു അറ്റാക്ക് ഉണ്ടായിരിക്കുന്ന സ്ഥിതിക്ക് എത്ര മുസ്ലിങ്ങൾ തിരിച്ചെന്ന് ചാടും എന്നുള്ളൊരു കാര്യമാണ് ഇനി കണ്ടറിയേണ്ടത്. നമ്മൾ നമ്മുടെ മതപരമായിട്ടുള്ള എന്തെങ്കിലും ചിത്രങ്ങളോ അല്ലെങ്കിൽ ഇതുപോലത്തെ ലിപികളോ ഒക്കെ വാങ്ങിച്ച് വീടിന്റെ മുമ്പിൽ വെക്കുമ്പോൾ അതിന് ഒരു പോസിറ്റീവ് എനർജി വേണം, അല്ലെങ്കിൽ അതിനൊരു ഐശ്വര്യം വേണം. ഇവളുടെ ഫോട്ടോ വെച്ച ഹിന്ദുക്കളൊക്കെ മൂഞ്ചി തിരിഞ്ഞ് വട്ടം കറങ്ങിയിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഞങ്ങളൊക്കെ അത് കൊണ്ടുവന്നിട്ട് ധാരാളം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇനി ഇവളുടെ ഫോട്ടോ വാങ്ങിച്ചിട്ട് ഏതെങ്കിലും മുസ്ലിമുകൾ അവരുടെ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ നാളെ നിങ്ങൾക്ക് എന്താണ് വിപത്ത് വരുന്നതെന്ന് പടച്ച തമ്പുരാന് പോലും നിർവചിക്കാൻ കഴിയൂല. അതായത് ആ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ വേറെ ദൈവങ്ങളെ ആരാധിക്കാൻ പാടില്ല എന്നുള്ള ഒരു നിയമവും റൂൾസും ഒക്കെ ഉള്ളതുകൊണ്ട് അതൊക്കെ മറികടന്നിട്ട് തോന്നിയാസത്തിന് ജീവിക്കുന്ന ഇവളുടെ കയ്യിൽ നിന്ന് ഏത് മുസ്ലിം സഹോദരനാണ് ഇവളുടെ ഈ ഒരു മാഷാള്ള വാങ്ങിക്കാൻ തയ്യാറാവുക എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയണം. നാളെ ഇനി അഥവാ ആരെങ്കിലും തയ്യാറായി അത് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഫോട്ടോയുടെ പേരിൽ വരുന്ന വിപത്തുകൾ, അതാണ് നിങ്ങൾ ആദ്യം ആലോചിക്കേണ്ടത്. ഇതൊക്കെ തരണം ചെയ്യാൻ തയ്യാറുള്ള മുസ്ലിം സഹോദരന്മാർ മാത്രം ഈ ഒരു ഫോട്ടോ വാങ്ങിക്കുക. ഇരു സമൂഹത്തെ തമ്മിലടുപ്പിച്ചുകൊണ്ട് അതിൻ്റെ ഇടയിൽ കിടന്ന് ചോര കുടിക്കുന്ന ഒരു യശീനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എത്ര നാളും. നമുക്ക് നമ്മുടെ മര്യാദ രീതിയിൽ നമുക്ക് ഫോട്ടോയോ എന്ത് വേണമെങ്കിൽ വരച്ച് വിൽക്കാം. അതിനൊന്നും ആരും ഇവിടെ തടസ്സമില്ല. ഈ കമ്മ്യൂണിറ്റികളെ തമ്മിൽ അടുപ്പിക്കാൻ കണക്കാക്കിയിട്ട് അവരുടെ മതത്തിനെ തന്നെ കുറ്റം പറഞ്ഞുകൊണ്ട് വന്നിട്ട് കാണിക്കുന്ന ആ ഒരു ഇതുണ്ടല്ലോ, അതിനെയാണ് നമ്മൾ ഇത്ര നാൾ എതിർത്തോണ്ടിരുന്നത്. ഇവളുടെ ആ ഒരു മാഷാള്ള ഏത് മുസ്ലിം സഹോദരനാണ് വാങ്ങിക്കുക, അല്ലെങ്കിൽ ഏത് മുസ്ലിം കുടുംബമാണ് വാങ്ങിച്ച് വീട്ടിൽ വെക്കാൻ ധൈര്യപ്പെടുക?
എന്തായാലും എൻ്റെ പൊന്നു മുസ്ലിങ്ങളെ, ഞങ്ങൾ ഹിന്ദുക്കൾ ഒരു വിധത്തിൽ രക്ഷപ്പെട്ടു. പക്ഷെ നിങ്ങൾ പെട്ടു എന്ന് തന്നെ പറയാം. ഹിന്ദുക്കളുടെ വീട്ടിലും സ്ഥാപനത്തിലും 3 ദൈവങ്ങളുടെയും ഫോട്ടോ അടക്കം കിട്ടുന്ന ഒരു ചിത്രം കിട്ടും. ഈ മാഷാ അല്ലാ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ ഒരു വീതിയിൽ, നീളത്തിലല്ല വീതിയിൽ 3 ദൈവങ്ങളുടെയും ഒരു ചിത്രം വെച്ചിട്ട് ഒരു ഫോട്ടോ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അത് മിക്ക ഹിന്ദുക്കൾക്കിടെ വീട്ടിലും സ്ഥാപനങ്ങളിലും ഒക്കെ ഉള്ള ഒരു ഫോട്ടോയാണ്. അപ്പം എന്തുകൊണ്ട് എനിക്ക് ഈ ലിപി എഴുതിക്കൂടാ എന്ന് തന്നെയാണ് ഞാൻ ചിന്തിക്കുന്നത്. എന്തായാലും മാഷാ അല്ലാ എന്ന് എഴുതാനുള്ള ഒരു ഭാഗ്യം ഹിന്ദു സ്ത്രീയായ എനിക്ക് കിട്ടും എന്നോർക്കുമ്പോൾ അതിലും എനിക്ക് ഒരു അഭിമാനമുണ്ട്. എനിക്ക് ഒരു കുറച്ച് ഫോട്ടോയുടെ ഓർഡർ ഉണ്ട്. അത് കൊടുത്തതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് അത് എഴുതി കാണിച്ചു തരാം. ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം നിങ്ങളത് വാങ്ങിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഒരുപാട് മുസ്ലിം സഹോദരന്മാർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കണ്ണൻ്റെ ഫോട്ടോ അവർക്കൊന്നും വാങ്ങിക്കാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. എന്തായാലും അവർക്ക് ഇതെങ്കിലും ഇങ്ങനെയെങ്കിലും ഒന്ന് വാങ്ങിച്ചിട്ട് എനിക്കൊരു ഹെൽപ്പ് ആവുമെങ്കിൽ അത് നല്ലതല്ലേ. ഹിന്ദുക്കൾ ഏറെക്കുറെ പറ്റിക്കപ്പെട്ടു, മൂഞ്ചിക്കപ്പെട്ടു. ഇനി അടുത്ത നെക്സ്റ്റ് നറുക്ക് വീണിരിക്കുന്നത് നിങ്ങൾക്കാണ്. എൻ്റെ മുസ്ലിം സഹോദരന്മാരെ സൂക്ഷിക്കുക, കരുതിയിരിക്കുക. ആവശ്യമില്ലാത്ത ഇവളുടെ ഈ കാര്യങ്ങളിൽ ചെന്ന് ചാടാതിരിക്കുക. കാരണം അറിയാമല്ലോ, മുസ്ലിം സമൂഹത്തിനെ പറ്റിയിട്ട് ഇവള് പറഞ്ഞു പരത്തിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ മറന്നു പോയിട്ടില്ല എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ എല്ലാവരും കരുതിയിരിക്കുക, സൂക്ഷിക്കുക. 2 കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരും സൂക്ഷിക്കുക. കാരണം പൈസ പോകുന്നതിൻ്റെ അല്ല, ഇവള് വരയ്ക്കുന്ന ഈ ചിത്രത്തിന് ഹിന്ദു സമൂഹത്തിലെ സെലിബ്രിറ്റികൾക്ക് അടക്കം പണി കിട്ടിയിട്ടുണ്ട് ഈ ചിത്രം വാങ്ങിച്ച് വീട്ടിൽ വെച്ചതിന്. ആ ഒരു അനുഭവത്തിൻ്റെ പുറത്താണ് ഞാൻ പറയുന്നത്. മുസ്ലിം സഹോദരന്മാരുടെ വീട്ടിലും ഈ സെയിം അനുഭവം ഉണ്ടായേക്കാം. കാരണം ഇവളുടെ കയ്യിൽ നിന്ന് കണ്ണൻ്റെ ഫോട്ടോ വാങ്ങിച്ച ഹിന്ദുക്കളെല്ലാം ഈ ഒരു ഫോട്ടോ ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണെന്നാണ് നമ്മൾ അറിഞ്ഞത്. അപ്പോൾ ഹിന്ദുക്കൾ ഏറെക്കുറെ പറ്റിക്കപ്പെട്ടു. അവരെ ഊറ്റിപ്പിഴിഞ്ഞ് ചാറെടുത്ത് ചണ്ടിയാക്കി വലിച്ചെറിഞ്ഞു എന്ന് തന്നെ വേണം പറയാനായിട്ട്. ഇനി ആ അവസ്ഥ നമ്മളുടെ മുസ്ലിം സഹോദരന്മാർക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മുന്നറിയിപ്പ് തരുന്നത്. അപ്പോൾ സൂക്ഷിക്കുക, കരുതിയിരിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ.